നമസ്കാരം, വെൽക്കം ടു റിനീസ് സ്പെഷ്യൽ. ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ ഷുഗർ കൺട്രോളിംഗ് ജേണിയെ കുറിച്ച്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോ കണ്ടതിന് ശേഷം എന്നോട് പലരും ചോദിച്ചു, ട്രാവൽ ചെയ്യുന്ന സമയത്തും അതുപോലെ ജോലിക്ക് പോകുന്ന സമയത്തും ഒക്കെ എങ്ങനെയാണ് ഇതുപോലെ ഒരു ഫുഡ് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്നത്? അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്ന സമയത്തോ ജോലിക്ക് പോകുന്നവരോ ഈ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഞാനും അത്യാവശ്യം യാത്രകളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്നൊരു യാത്ര പോകേണ്ടി വന്നാൽ ഞാനും അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ പോകുന്ന സമയത്ത് ഞാനും എന്റെ കയ്യിലുള്ള കുറച്ച് നട്ട്സ് ഒക്കെ എടുത്തൊന്ന് ഒരു ബാഗിലാക്കി സൂക്ഷിക്കാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നട്ട്സിന്റെ ബോൾ ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നട്ട്സിന്റെ ബാറൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതൊക്കെ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും അതെങ്ങനെയാണ് യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സാധാരണ ഞാൻ പെട്ടെന്നൊരു ട്രാവൽ വന്ന് പോവുകയാണെങ്കിൽ ചെയ്യുന്ന എല്ലാവരോടൊപ്പം ഞാൻ ഹോട്ടലിൽ കയറാറുണ്ട്, ഫുഡ് കഴിക്കാൻ ഓർഡർ ചെയ്യാറുണ്ട്. ഇഡലി, ദോശ, അപ്പോൾ ഇതൊക്കെ വന്നാലും ഞാൻ ഇത് ഒരെണ്ണം കഴിച്ചിട്ട് അതിന്റെ കറി കൂടുതൽ കഴിച്ച് വയർ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉച്ചയ്ക്കും എല്ലാവരോടൊപ്പം ഹോട്ടലിൽ കയറുമ്പോൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ ഞാനും ഈ ബിരിയാണി കഴിക്കാറുണ്ട്. ഏറ്റവും ആദ്യം ഞാൻ ഒരു ഗ്രീൻ സാലഡ് ഓർഡർ ചെയ്യും, അത് ആദ്യം കഴിക്കും. അത് കഴിയുമ്പോൾ ഈ ബിരിയാണിക്കകത്തുള്ള ഇറച്ചിയുടെ പീസുകൾ ആദ്യം രണ്ടാമത് കഴിക്കും. അത് കഴിയുമ്പോൾ ഒരല്പം ചോറ് കഴിക്കാനേ നമുക്ക് പറ്റുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്റെ ഒരു പോളിസി അനുസരിച്ച് കഷ്ടപ്പെട്ട് കഴിക്കുന്നത് ആദ്യം കഴിക്കും, ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് അവസാനം കഴിക്കും. അപ്പോൾ നമ്മുടെ വയറ് നല്ലപോലെ ഫില്ലാകും. അതുപോലെ തന്നെ നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്തും ജോലിക്ക് പോകുന്ന സമയത്തും ഒക്കെ നമ്മൾ മോരും വെള്ളമോ നാരങ്ങ വെള്ളമോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ബോട്ടിലാക്കി കരുതിയാൽ ഈ നമുക്ക് കുടിക്കാനും ബുദ്ധിമുട്ടില്ലാതെ പോകാം. എപ്പോഴും നമ്മൾ ഒരു 2 ലിറ്റർ കുറയാതെ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ ഷുഗർ കൺട്രോളിംഗ് ഡയറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത്, ഒന്നെങ്കിൽ ആപ്പിൾ ആവാം, അല്ലെങ്കിൽ കിവി ആവാം, അവക്കാഡോ ആകാം, പിന്നെ നമ്മുടെ പപ്പായ ആവാം, ഇത് ഏതെങ്കിലും നമ്മൾ കയ്യിൽ കരുതിയിരുന്നാൽ ഇത് നമുക്ക് ഒരു നേരമൊക്കെ കഴിച്ചു പോകാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഈ മുട്ട 2-3 മുട്ടയൊക്കെ ഒരു ദിവസം കഴിക്കാമെന്നാണ് എനിക്ക് അവർ അഡ്വൈസ് ചെയ്തു തന്നിരിക്കുന്ന കാര്യം. മുട്ട പുഴുങ്ങിയതെടുക്കാം, അതുപോലെ സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങിയതെടുക്കാം. ഇതൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ കയ്യിൽ കരുതാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ജോലിക്ക് പോകുന്നവരെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ ഏതായാലും ടിഫിൻ കൊണ്ടുപോകുമ്പോൾ അവിയലും തോരനും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ വീട്ടിൽ. അത് കൂടുതൽ നമ്മൾ ടിഫിൻ്റെ എടുത്തിട്ട് ചോറ് കുറച്ചെടുത്ത് സാലഡ് മസ്റ്റായിട്ടും കഴിക്കുക എന്നുള്ളതാണ് നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്തു പോകാൻ ഏറ്റവും പറ്റിയ ഒരു ആഹാര രീതി. എല്ലാവരും പതുക്കെ ഈ ഒരു ഡയറ്റിലോട്ട് ഫോളോ ചെയ്ത് പോകാൻ പറ്റിയാൽ എല്ലാവർക്കും ഷുഗർ കൺട്രോൾ ചെയ്ത് പറ്റും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഡയബറ്റിക് കൺട്രോൾ ചെയ്യണമെന്ന് നമുക്ക് തന്നെ നമ്മുടെ മനസ്സിലൊരു തോന്നൽ വന്നാൽ മാത്രമേ നമുക്ക് ഈ ഫുഡൊക്കെ ഫോളോ ചെയ്ത് പോകാൻ പറ്റുകയുള്ളൂ. അതുപോലെ എന്റെ മനസ്സിൽ എനിക്ക് തോന്നിയ ഒറ്റ ഒരു ആഗ്രഹം ഇൻസുലിനും മരുന്ന് ഒഴിവാക്കണമെന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഫുഡ് ഇതുപോലെ ഫോളോ ചെയ്ത് പോകുന്നത്. അതുപോലെ മനസ്സ് വെച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഫുഡ്. നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നലുണ്ടാകും ഞാൻ എന്ത് കഴിക്കും. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി ഓപ്ഷൻസ് നമുക്കുണ്ട് ഡയബറ്റിക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ. അത് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. യാത്ര ചെയ്ത് പോകുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും വീട്ടിലിരിക്കുന്ന നമ്മുടെ ഒരു മനസ്സാണ് നമ്മുടെ ഡയബറ്റിക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. എന്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഫീഡ്ബാക്ക് ഒരു കമന്റിലൂടെ എന്നെ അറിയിക്കണം. നന്ദി.